കഴിഞ്ഞ ദില്ലി ചലോയിലെ 2 എപ്പിസോഡിൽ മിറാൻഡ ഹൗസും ഹിന്ദു കോളേജിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചിലർക്കെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ട് ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിനെ ഇത്രമാത്രം ഡീറ്റെയിൽഡ് ആയി കവർ ചെയ്യാൻ മാത്രം എന്താ ഉള്ളത് എന്ന്. ബികോം, BA, BSc കോഴ്സുകളൊക്കെ നമ്മളെ നാട്ടിലും കിട്ടുന്നതല്ലേ, അപ്പൊ ഇത്രമാത്രം ഹൈപ്പ് കൊടുത്തിട്ട് എന്തിനാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് പലർക്കായിട്ട് തോന്നിയിട്ടില്ലേ? എന്നാൽ ഈ പറയുന്ന കോഴ്സുകളൊക്കെ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചാൽ ഡിഗ്രി കഴിയുമ്പോഴേക്കും ഒരു 21, 22, 23 വയസ്സൊരു പ്രശ്നമുള്ള കാര്യമല്ല, നല്ല അടിപൊളി 25 ലക്ഷത്തിന്റെ ഒക്കെ പാക്കേജ് ഡീല് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ലൈഫ് സെറ്റായില്ലേ? ഇതുപോലെ അടിപൊളി ജോബ് ഓഫേഴ്സും പാക്കേജ് ഡീൽസും വരുന്ന രാജ്യത്തെ തന്നെ ടോപ്പ് ബ്രാൻഡായ കൊമേഴ്സ് കോളേജ്. കൊമേഴ്സിലോ എക്കണോമിക്സിലോ മാനേജ്മെന്റിലോ വലിയ കരിയർ സ്വപ്നം കാണുന്നവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ. ടെസ്റ്റ് ഫിനിഷ് ചെയ്ത് ബികോം, BA എക്കണോമിക്സ് എന്നീ കോഴ്സുകൾ ചെയ്യാൻ ഇന്ത്യയിലെ ബെസ്റ്റ് ഓപ്ഷൻ. അതാണ് നമ്മുടെ ഇന്നത്തെ കോളേജ്. ഹലോ, നമസ്തേ, നമസ്കാരം. ദിസ് ഇസ് ഫെമിന ഫ്രം Prepwise. നമ്മുടെ കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷന്റെ ഭാഗമായി ഡൽഹി യൂണിവേഴ്സിറ്റിയും അതിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളും ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയി കവർ ചെയ്യുന്ന ദില്ലി ചലോ എന്ന സീരീസിലെ വേറെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവർക്ക് നല്ല കരിയർ പോസിബിലിറ്റീസ് ആണുള്ളതെന്ന് പ്രത്യേകമായി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രധാനമായ ഒന്നാണ് ഏത് കോളേജിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതും IIMൽ നിന്ന് MBA ചെയ്യുന്നതും എയിംസിൽ നിന്ന് മെഡിസിൻ എടുക്കുന്നതൊക്കെ പോലെ തന്നെയാണ് SRCC നിന്ന് BCom ചെയ്യുക എന്നുള്ളതും. SRCC ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്. കോളേജിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും എന്തുകൊണ്ട് SR എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിള്ളേരെ ചുരുക്കി വിളിക്കാറ് കോളേജിനെ. എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആവുന്നതൊക്കെ നമുക്ക് ഒന്നൊന്നായി നോക്കാം. രാജ്യത്തെ ഏറ്റവും മികച്ച കൊമേഴ്സ് കോളേജ് എന്ന നിലയിലേക്ക് SRC വരുന്നതിൽ ഒരു നീണ്ട വർഷത്തെ ചരിത്രം തന്നെയുണ്ട്. ചുരുക്കി പറയാം, ഫോർമുല ഇന്ത്യയിലെ കൊമേഴ്സ് എഡ്യൂക്കേഷന്റെ തുടക്കമായി പറയുന്നത് ആദ്യത്തെ മദ്രാസിലെ കൊമേഴ്ഷ്യൽ കോളേജ് എന്ന സ്ഥാപനം 1886 സ്ഥാപിക്കപ്പെടുന്നതോടുകൂടിയാണ്. ഇതേ പേരുള്ള ട്രസ്റ്റിന്റെ അണ്ടറിൽ 1920 സ്റ്റാർട്ട് ചെയ്ത കോളേജാണ് SRന്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. 1926 ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റഡ് ആവുന്നത്. ഡിഗ്രി PG പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1933 SRCC എന്ന പേരിലേക്ക് കോളേജിന്റെ പേര് മാറ്റിയതും ക്യാമ്പസ് ദരിയാഗഞ്ച് എന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന നോർത്ത് ക്യാമ്പസിലേക്ക് മാറ്റിയതുമെല്ലാം ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. ലാല ശ്രീറാമാണ് SRന്റെ ഫൗണ്ടർ. 1951 ശേഷം അദ്ദേഹത്തിന്റെ പേരിലേക്ക് അദ്ദേഹത്തെ ഓണർ ചെയ്യുന്നതിന് ഭാഗമായി കോളേജിന്റെ പേര് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്നതാക്കി മാറ്റി. ഈ ഒരു ലെഗസിയിലൂടെ ഇന്നത്തെ SRലേക്ക് വരുമ്പോൾ ഇന്ന് രാജ്യത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ കൊമേഴ്സ് കോളേജ് എന്ന സ്റ്റേറ്റസിലേക്ക് SR എത്തി എന്നുള്ളതാണ്. എന്നാൽ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോവാം അല്ലെ. ആദ്യമായി അക്കാഡമിക്സ് തന്നെ നോക്കാം. +2 കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ കഴിയുന്ന UG കോഴ്സുകളിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഇവിടെയുള്ളത്. BCom ഓണേഴ്സും അതുപോലെ തന്നെ BA ഓണേഴ്സ് ഇൻ എക്കണോമിക്സും. കമ്പയർ ടു അതർ കോളേജസ് SRCC ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ എണ്ണം കുറവാണെന്ന് നിങ്ങളിപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ അവൈലബിൾ ആയ UG കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. +2 മാർക്കിന്റെ ബേസിസിലായിരുന്നു ഇതുവരെ അഡ്മിഷൻ നടന്നിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ DU CUCET അഡോപ്റ്റ് ചെയ്തതോടുകൂടി എൻട്രൻസിലൂടെ ആയിരിക്കും അഡ്മിഷൻ. അതേപോലെ ഈ പറഞ്ഞ പ്രോഗ്രാമുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാത്സ് ഒരു സബ്ജക്റ്റായി +2 പഠിച്ചിരിക്കണം എന്നൊരു നിബന്ധന കൂടെയുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് നോക്കാം. മിക്ക യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഓഫർ ചെയ്യുന്ന കോഴ്സാണ് BCom. ഇറ്റ്സ് എ ട്രഡീഷണൽ ഡിസിപ്ലിൻ. പക്ഷേ SRന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ BCom ഓണേഴ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. SRൽ എക്സ്ക്ലൂസീവ്ലി 2 പ്രോഗ്രാംസ് മാത്രമായതുകൊണ്ട് കൂടുതൽ ഫോക്കസും ട്രഡീഷണൽ ആൻഡ് മോഡേൺ അപ്രോച്ചിലൂടെ സ്റ്റുഡൻസിന് അക്കാഡമിക്കലി നല്ല എക്സ്പോഷറും ഇവിടെ കിട്ടുന്നുണ്ട്. BCom സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബിസിനസ് വേൾഡിനെ കുറിച്ചും അതിലെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിനാൻസ്, അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ്, ടാക്സേഷൻ എന്നിങ്ങനെ തുടങ്ങുന്ന വൈഡ് റേഞ്ച് കവർ ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കാനും സ്റ്റുഡൻസിന്റെ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് നോർച്ചർ ചെയ്യാനുമുള്ള ഒബ്ജക്റ്റീവാണ് SRന്റേത്. ഇത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ് SRൽ ഉള്ളതും. BCom പോലെ തന്നെ വളരെ വാസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ് എക്കണോമിക്സ്. നിങ്ങളൊക്കെ +2 മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലാണ് നിങ്ങൾ UGയിൽ പഠിക്കുന്നത്. SRന്റെ കേസിലേക്ക് വരുമ്പോൾ വേൾഡിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് തരുന്ന അതേ ട്രെയിനിങ് തന്നെയാണ് ഇവിടുത്തെ സ്റ്റുഡൻസിനും കിട്ടുന്നത്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും SRCCയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജിയസ് ആയ കാര്യമാണെന്നുള്ളത്.
ഇനി അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടും. ദ വീക്ക് മാഗസിന്റെ കറസ്പോണ്ടന്റ് SRCCയിലെ പ്രിൻസിപ്പാളുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് SR രാജ്യത്തെ ഏറ്റവും ടോപ്പ് കൊമേഴ്സ് കോളേജ് ആവുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ അതിന് പ്രധാനമായി പറഞ്ഞത് 2 കാര്യങ്ങളാണ്. അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചും പിന്നെ സ്റ്റുഡന്റ് അക്കാഡമിക് മാനേജ്മെന്റിനെ കുറിച്ചും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ് ഫാക്കൽറ്റീസ്. നിങ്ങൾ പ്രിൻസിപ്പാൾ പറയുന്നത് അണ്ടർലൈൻ ചെയ്ത ഭാഗം നോക്കിയിട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലേ? ഹെഡ്ലൈൻ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ നിന്ന് ആർട്ടിക്കിൾ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. അന്നപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കൊമേഴ്സ് സബ്ജക്റ്റിൽ പഠിപ്പിക്കുന്ന മിക്ക സബ്ജക്റ്റുകളുടെയും ഓതേഴ്സ് അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ പ്രൊഫൈൽസ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. പ്രിൻസിപ്പൽ അടക്കമുള്ള കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ അക്കാഡമിക് പ്രൊഫൈൽസ് നോക്കൂ. DUയിലെ FMS, JNU, അതേപോലെ ഹാർവർഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള വേൾഡിലെ ടോപ്പ് നോച്ച് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റിസർച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണ് മിക്കവരും. ഇവരുടെയൊക്കെ ക്ലാസ് റൂമിൽ ഇരിക്കുക എന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കില്ലേ? സെയിം സബ്ജക്റ്റിലുള്ള PG പ്രോഗ്രാമിന് പുറമെ ദ കോളേജ് ഓഫേഴ്സ് എ 2-year full-time postgraduate diploma in global business operation for ambitious and bright students who wish to take up a career in international business. ഇതിനായി നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ നാഷണൽ സെന്റർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സ്റ്റാറ്റസ് കിട്ടിയ ഏക കോളേജാണ് SR. Through this program, SR attracts some of the most talented young people every year from across the world. And now let's get into the college now. DUയിലെ നോർത്ത് ക്യാമ്പസിലാണ് കോളേജ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആർട്ട് ഫാക്കൽറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് SR വരുന്നത്. SR ഹാസ് ദ മോസ്റ്റ് സ്റ്റണ്ണിംഗ് ആർക്കിടെക്ചർ. ASI ഹെറിറ്റേജ് ആയി ഡിക്ലെയർ ചെയ്ത SRന്റെ ബിൽഡിംഗ് ഫുള്ളി എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ് കൂടെയാണ്. സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയ എല്ലാ ക്ലാസ് റൂമിലും പ്രൊജക്ടേഴ്സ്, LCD സ്ക്രീൻസും ഒക്കെയുള്ള ആദ്യത്തെ DUവിലെ കോളേജ് കൂടെയാണ് SR. ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് ക്യാമ്പസ് ടൂർ. അക്കാഡമിക് ബിൽഡിംഗ് കൂടാതെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റീസ് ഉള്ള ലൈബ്രറിയും കമ്പ്യൂട്ടർ സെന്ററും സ്വിമ്മിംഗ് പൂളും ജിമ്മും ടെന്നീസ് കോർട്ടും ഇൻഡോർ ബാഡ്മിന്റണും ബാസ്കറ്റ്ബോളും ഒക്കെ അടങ്ങി ഒരു സൂപ്പർ സ്പോർട്സ് കോംപ്ലക്സ്. ഇങ്ങനെ SRൽ നമുക്ക് അടിപൊളി ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. ബോത്ത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ബോയ്സിന് 145 സീറ്റും ഗേൾസിന് 53 സീറ്റുമാണ് ഉള്ളത്. കോഴ്സിന്റെയും സെമസ്റ്ററിന്റെയും ബേസിസിൽ മെറിറ്റ് ആൻഡ് റിസർവേഷൻ ബേസിസിലാണ് അഡ്മിഷൻ. 2 പേർക്ക് എന്ന രീതിയിലുള്ള റൂംസ്, ക്യാരം ബോർഡ്, ചെസ്, ടേബിൾ ടെന്നീസ്, LCD ടെലിവിഷൻ ഒക്കെ അടങ്ങിയിട്ടുള്ള കോമൺ റൂം, വൈഫൈയും ലോണ്ടറി സർവീസും ചെറിയ ഗാർഡനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഹോസ്റ്റലിലെ വേറെ ഫെസിലിറ്റീസ്. അക്കാഡമിക്സ് പോലെ തന്നെ SRൽ ഇമ്പോർട്ടൻസ് ഉള്ള വേറൊന്നാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്റ്റുഡന്റ് സൊസൈറ്റിന്റെ ലിസ്റ്റ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാനും സ്പോൺസേഴ്സിനെ കണ്ടെത്താനും ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആക്റ്റീവ് ആണ്. പ്രധാനപ്പെട്ട എല്ലാ സൊസൈറ്റീസിന്റെ അണ്ടറിലും ഒരു ഫാക്കൽറ്റി അഡ്വൈസർ കൂടെ ഉണ്ട്. പിന്നെ മറ്റു കോളേജുകളെ പോലെ തന്നെ വളരെ ആക്റ്റീവ് ആയ ഒരു സ്റ്റുഡന്റ് യൂണിയൻ കൂടെയുണ്ട് ഇവിടെ. ഓരോ സൊസൈറ്റികളുടെയും അണ്ടറിൽ ഇഷ്ടം പോലെ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ഇതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും എടുത്തു പറയേണ്ട കുറച്ചധികം പ്രോഗ്രാംസുകൾ ഉണ്ട് ഇവിടെ. SRൽ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഇവന്റ്സിനെ കുറിച്ച് എങ്ങനെ പറയണം എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലൊക്കെ തന്നെ വിവിധ നേഷൻസിലെ പൊളിറ്റിക്കൽ, ടെക്നോളജി, കൊമേഴ്സ്, ബിസിനസ് എന്നീ മേഖലകളിലെ എമിനന്റ് പേഴ്സണാലിറ്റീസ് പങ്കെടുക്കാറുണ്ട്. I was asking him this just before I came out, and I was asking him the question I was asking all you guys, and he said, I don't know. But I did ask them. I said, who are the latest rock stars? Is it the music groups? Is it the movie stars? Is it the cricketers? They said the CEOs. See? See, I told you he knows how to say the right things. No, but isn't it interesting that a tech star
And for all that you might say about being a good, simple South Indian, unassuming, you are one. What does it say about India that a tech star gets this kind of response? A few years ago, I'd come to India, and I was, this was in Mumbai, and I was getting off the car, trying to go in for a meeting. And there was a person who came, opened the door of the car, and I was walking in, and, he said, I listened to your Google I/O speech, and it was phenomenal. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചായ് മുതൽ PM മോഡി, യൂണിയൻ മിനിസ്റ്റേഴ്സ്, അംബാനി, അദാനി അടക്കമുള്ള ബിസിനസ് ടൈക്കൂൺസുകളും വരാറുണ്ട്. പിന്നെ കോളേജ് ഫെസ്റ്റിന്റെ കേസിലാണെങ്കിൽ ബോളിവുഡ് സ്റ്റാർസിന്റെ പ്രസൻസിന് ഒരു കുറവുമില്ല. അതോടൊപ്പം തന്നെ വേൾഡിലെ ടോപ്പ് ബ്രാൻഡുകളുടെ സ്പോൺസർഷിപ്പുകളുടെയും. ഈ പരിപാടികൾ ഇങ്ങനെ കളറാക്കുന്നതിൽ അലൂമിനി നെറ്റ്വർക്കിന് നല്ലൊരു പങ്കുണ്ട്. പ്രമുഖരായ പലർക്കും ഇത്തരം പരിപാടികൾ വരുമ്പോൾ കോളേജിലേക്കുള്ള ഒരു വിസിറ്റ് കൂടിയാണ് നടക്കുന്നത്. എല്ലാ പ്രധാന അലൂമിനിയുടെ പേരും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. വൈഡ്ലി നോൺ ആയിട്ടുള്ള ഫേസുകൾ മാത്രം നമുക്ക് നോക്കാം. ഫോമർ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി, ആരാ രജത് ശർമ്മ, ആപ്കി അദാലത്ത് TV ഷോ ആങ്കർ ആൻഡ് ഇന്ത്യ TVയുടെ ചെയർമാൻ ആൻഡ് എഡിറ്റർ ഇൻ ചീഫ് കൂടിയാണ്. പിന്നെ ഫലി നരിമാൻ, ഫോമർ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, രാകേഷ് ഓം പ്രകാശ് മെഹ്റ, റിനൗൺഡ് ഫിലിം മേക്കർ, അൻഷു ജെയിൻ, ഷിവ് കേര, മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ഓട്ടർ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ബാക്കി നിങ്ങൾ തന്നെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കോ. ഇതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ ആണ് പ്ലേസ്മെന്റ്. ഞാനൊരു കാര്യം പറയാൻ മറന്നു. വെബ്സൈറ്റിൽ അലൂമിനി നെറ്റ്വർക്ക് ഏരിയ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും അതേപോലെ റിസർച്ചിനും മറ്റുമായി പ്രസ്റ്റീജിയസ് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും SRTs ഉണ്ട് എന്നുള്ളത്. SRT എന്നാണ് SRൽ പഠിച്ചവരെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ മെൻഷൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് SRCC സ്റ്റുഡൻസിന് അക്കാഡമിക് പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഹയർ ചെയ്യപ്പെടുന്നതിന് പ്രാപ്തരാക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനൊക്കെയായി ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിന്റെ സപ്പോർട്ടിൽ റൺ ചെയ്യുന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ്സും സൊസൈറ്റീസും ഉണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽ, ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെൽ, ശ്രീറാം ഇൻക്യുബേഷൻ സെന്റർ. ഇതിനൊക്കെ പുറമെ ഇത്തരം എഫേർട്സിനെ സക്സസ് ആക്കുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രി, കമ്പനി, യൂണിവേഴ്സിറ്റി പാർട്ണർഷിപ്പും SRലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അവിടുത്തെ ജീവിതം, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപഴകൽ, അവിടുന്ന് കിട്ടുന്ന എക്സ്പോഷറും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും രണ്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും ഫീസിബിൾ ആയിരിക്കണം എന്നില്ല. അപ്പൊ ഇതൊക്കെ സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ SRലുണ്ട്. SRലെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ്. Through this program, the students get an opportunity to spend a few months in a reputed college or university abroad. SRCCയിൽ എക്സലന്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്പ് ആണുള്ളത്. ഗൂഗിൾ, ഡിലോയിറ്റ്, BCG, അമേരിക്കൻ എക്സ്പ്രസ്, JP and മോർഗൻ ആൻഡ് സ്റ്റാൻലി, ഊബർ, Paytm തുടങ്ങിയ വലിയ കമ്പനികളിൽ നിന്ന് റിക്രൂട്ടേഴ്സ് സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നു. ഡെൽ, ഗൂഗിൾ, ഡിലോയിറ്റ്, JSW, അമേരിക്കൻ എക്സ്പ്രസ്, EY അങ്ങനെ തുടങ്ങിയ ഒരുപാട് കമ്പനികളിൽ ഇന്റേൺഷിപ്സ്. SRCC provides students with a nurturing environment which gives them enough interface with the real world. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 25 ലക്ഷത്തിന്റെ പാക്കേജിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ചുമ്മാ തള്ളിയതായിരിക്കും എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. SRCCയിലെ സ്റ്റുഡന്റിന് ഈ വർഷം കിട്ടിയ പാക്കേജ് ഡീലാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് അടിപൊളി ജോബ് ഓഫേഴ്സും പാക്കേജ് ഡീൽസും ഉള്ള കോളേജാണ് SRCC. ബിസിനസ് കോൺക്ലേവ് എന്ന പേരുള്ള ആനുവൽ മാനേജ്മെന്റ് ഫെസ്റ്റിവൽ ഏഷ്യയിലെ ലാർജസ്റ്റ് UG ലെവൽ പ്രോഗ്രാം ആണ്. ഇതിലൂടെ സ്റ്റുഡൻസിന് ഡൈവേഴ്സ് ഫീൽഡിലുള്ള ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ലീഡേഴ്സുമായി എൻഗേജ് ചെയ്യാനും അത്തരത്തിലുള്ള ഒരാളാവുന്നതിനുള്ള പ്രചോദനം ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ നിന്ന് ലഭിക്കുന്നു. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബിസിനസ് കോൺക്ലേവിലെ കുറച്ച് ഗ്ലിംസസ് ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി SRലെ കൾച്ചറൽ ഫെസ്റ്റ് ആയ ക്രോസ് റോഡ്സിലെ കുറച്ച് മൂമെന്റ്സ് നമുക്ക് കാണാം.
देखा पलट के मजबूरी लगी कर्ज उम्र भर का तुझसे मोहब्बत का ये सिला है गम जुदाई का मुझको मिला है कैसे कहे हम तुमको अलविदा भूले से ना भूले गुजरे सिलसिले यादों में तेरी रहे क्यों दिल जो होना था हो गया रिश्ता खो गया फिर भी आस करे क्यों दिल बन जा रहा ക്രോസ്വേർഡ്സിന്റെ മേജർ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ലൈനപ്പ് ബോളിവുഡ് ആർട്ടിസ്റ്റ് ലൈവ് പെർഫോമൻസ്, അതേപോലെ ഡൽഹിയിലെ വെറൈറ്റി ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൾസ്, അതുപോലെ ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാംസ്. SRCCയിലെ കട്ട് ഓഫ് പോലെ തന്നെ ഹൈ ആണ് ഇവിടുത്തെ ഫണ്ട്. SRCC continues to lead with a focus on hands-on experience and a fresher perspective on education. Why SRCC എന്നതിനൊരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഇതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാവും. സ്റ്റുഡൻസിന് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന രീതിയിലുള്ള ബിസിനസ് ആൻഡ് കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസ്, അതേപോലെ സ്റ്റുഡന്റ് റൺ ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, പിന്നെ പ്രൊഫഷണൽ ആൻഡ് ആഡ് ഓൺ കോഴ്സസ്. ഇതൊന്നും കൂടാതെ തന്നെ റിസർച്ച് പേപ്പർ ആൻഡ് പബ്ലിക്കേഷൻസ്, ഇന്റേൺഷിപ്സ് ആൻഡ് സ്റ്റാർട്ടപ്സ്, ടെക്നിക്കൽ ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ്, അക്കാഡമിക് എക്സലൻസ്, അങ്ങനെ ഒരു നീണ്ട നിരയുടെ സ്കിൽ സെറ്റും എക്സ്പോഷറും SRCCയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ BCom ആണെങ്കിലും BA എക്കണോമിക്സ് ആണെങ്കിലും പഠിക്കുകയാണെങ്കിൽ SRCCയിൽ തന്നെ പഠിക്കണമെന്ന് തോന്നുന്നില്ലേ ഇപ്പോ? ഇതാണ് SR. ഞാൻ SRന്റെ മേജർ ഹൈലൈറ്റ്സ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു കോളേജിന്റെ വെബ്സൈറ്റ് ആണ് അതിന്റെ ബെസ്റ്റ് സോഴ്സ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ പോവുക, യു ക്യാൻ നാവിഗേറ്റ് ത്രൂ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്വയറീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഇറ്റ് ഡൗൺ ബിലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് Q&A സെഷൻ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ പ്രിപ്വൈസ് ടീം അത് നോക്കിയിട്ട് ഒരു സെഷനിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ട്. ഇതുവരെ +2 മാർക്കിന്റെ ബേസിസിലായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ. എന്നാൽ ഈ വരുന്ന വർഷം മുതൽ, അതായത് 2022 മുതൽ CUCET ബേസിസിലായിരിക്കും അഡ്മിഷൻ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാം എന്ന നിലയിൽ കുറച്ച് കോമ്പറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ കാലത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾ ഡ്രീം യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ ഇതിനായി പ്രപ്പോസ് ഡീറ്റെയിൽഡ് CUCET കോച്ചിങ് നൽകുന്നുണ്ട്. CUCETന്റെ എല്ലാ സിലബസും കവർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയുള്ളത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സും ഉണ്ട്. പിന്നെ എല്ലാ എൻട്രൻസ് എക്സാമിനെ പോലെ തന്നെ പ്രാക്ടീസ് ആണ് ഏറ്റവും വേണ്ടത്. പ്രാക്ടീസ്. സോ 5000-ലധികം ചോദ്യങ്ങളും ഈ CUCETന്റെ ഭാഗമായിട്ട് സോൾവ് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എൻട്രൻസ് പ്രിപ്പറേഷനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റമായി മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മെന്റേഴ്സും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രപ്പോയ്സിന്റെ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഇനി CUCETനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, കോളേജിനെ കുറിച്ചും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രപ്പോയ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട് ടു. അപ്പം ഇനി അടുത്തൊരു അടിപൊളി കോളേജുമായി വരുന്നത് വരെ ദിസ് ഇസ് ഫെമിന സൈനിങ് ഓഫ്. ബൈ. ഹാവ് എ ഗുഡ് ഡേ.